ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സോ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ എഡ്യൂക്കേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ്സ് പോലത്തെ അങ്ങനത്തെ അല്ലേ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വെക്കേഷൻ എവിടെ പോയതുമില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വൈകിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ഹാപ്പനിങ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കോച്ചിങ് ക്ലാസ്സിൽ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്, സൈലത്തിൻ്റെ. അപ്പോൾ അത് തുടങ്ങാൻ പോവാണ് മെയ് 20th. അപ്പോൾ അതിന് മുമ്പ് ഇന്നിപ്പോൾ ഞാൻ 15th ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 16th തൊട്ട് നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒതുക്കാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റൂം മാറി. അപ്പോൾ അതിൻ്റെ ഒതുക്കലൊക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ റൂമിൽ കുറച്ചും കൂടി റൂം ഡെക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് പ്ലെയിൻ റൂമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേബിളൊക്കെ പിന്നെയും അലങ്കോലായി, ഷെൽഫൊക്കെ ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെൽഫിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട്, അതായത് ആദ്യത്തെ തട്ടാണിത്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസസും സ്റ്റേപ്ലറും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ ഷെൽഫിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നോരോന്ന് മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡിലോട്ട് മാറി. അപ്പോൾ ഞാൻ സെക്കൻഡ് ഷെൽഫിൽ ഇതേപോലെ ക്രാഫ്റ്റ് ചെയ്യാനെടുത്ത് ഒരുപാട് കുഞ്ഞു പീസ് ഓഫ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇത് സ്റ്റേഷനറിയൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. പക്ഷേ ചില സാധനങ്ങൾ, ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയില്ല. ചിലത് ലിസ്റ്റിലില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു, 1-2 സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ കളർ പേപ്പർ ഉദ്ദേശിച്ച് പോയിട്ട് കളർ പേപ്പർ കിട്ടിയില്ല. പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മടിയായി. പിന്നെ ഇനി ലേറ്റായാൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഡെക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ള ഇതേപോലെ കുഞ്ഞു പേപ്പേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് മിനിയേച്ചർ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിന് ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ മതിയാവും. ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ബെഡിലോട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ബെഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഷെൽഫിൽ ഇങ്ങനെ അപ്ലയൻസസ് പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു പൗച്ചാണ്. ഇത് ശരിക്കും നമ്മുടെ എയർപോഡ്സ്, അങ്ങനത്തെ ഹെഡ്ഫോൺസൊക്കെ വെക്കണ പൗച്ചാണ്. ശരിക്കും എയർപോഡ്സൊക്കെ വെക്കാൻ പറ്റുന്ന കേസാട്ടോ അത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഹെഡ്ഫോൺസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ലിപ് ബാം, ചെറിയൊരു കോംബോ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനത് ലിപ്സ്റ്റിക്കല്ല, നമ്മുടെ സ്കിൻ കെയറിൻ്റെ കൂടെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ കൂടെ വെക്കുന്നില്ല. കാരണം വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റെയിനാണ്. അതുകൊണ്ട് ഞാൻ അപ്ലയൻസസിൻ്റെ ആ തട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അവിടെ ഒരു കുട്ടി ഫാന്, പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ലാമ്പ്, പിന്നെ ഈ കുറച്ച് ടേപ്പും, പിന്നെ ഈ ഹെഡ്ഫോണിൻ്റെ ഒരു കേസുമാണ് വെക്കുന്നത്. പിന്നെ തേർഡ് ഷെൽഫാണ്. അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങൾ, വാട്ടർ കളറ്, ഓയിൽ പേസ്റ്റൽസ്, പിന്നെ അതുപോലെ തന്നെ ഒരു പൗച്ചിൻ്റെ അകത്ത് കുഞ്ഞു സാധനങ്ങളാണ്. അതായത് ടോപ്പ്, പെന്നിൻ്റെ ടോപ്പൊക്കെ എപ്പോഴും എൻ്റെ ഇത് മിസ്സായി പോവും. പിന്നെ എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ അതെടുത്ത് ഒരു പിങ്ക് പൗച്ചിൻ്റെ അകത്ത് ഇട്ട് വെക്കും. അങ്ങനെയിപ്പോൾ ഒരുപാട് ഒരു ടോപ്പിൻ്റെ ഒരു കളക്ഷൻ തന്നെയായി. അപ്പോൾ ഇൻ കേസ് എവിടെ നിന്നെങ്കിലും ഒരു പെന്നിൻ്റെ ടോപ്പിലുണ്ടായാൽ അതിൽ നിന്നാണ് എടുത്തിടുന്നത്. പിന്നെ ഒരു പഴയ പൗച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ്, അതായത് പെയിൻറ്റ് ബ്രഷ് ഒരു പൗച്ചിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ടേബിൾ അപ്പോഴത്തേക്കൊന്ന് ഫ്രീ ആവുമല്ലോ. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഓർഡറിലാക്കി വെക്കും. ഇനി നമ്മുടെ ഷെൽഫിൽ വെക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ്, പിന്നെ അതുപോലെ കളർ പേപ്പേഴ്സ്. അതൊക്കെ ഞാൻ തിരിച്ച് ഫയലിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ കളർ പേപ്പേഴ്സൊക്കെ നല്ല പീസസാണ്. അപ്പോൾ ഇനിയും ഉപയോഗിക്കാം. അപ്പോൾ ഇതുവരെ നമ്മളെല്ലാം റൂം ഡെക്കേഴ്സൊക്കെ ഉണ്ടാക്കി ഞാനെല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വെക്കുന്ന കേട്ടോ. നെക്സ്റ്റ് എൻ്റെ അവിടെ ഒരു ഷെൽഫുണ്ട്. അവിടെ ഒരു ചെറിയൊരു ടേബിളുണ്ട്. അത് ക്ലീൻ ആക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ബുക്സൊക്കെ വെച്ചിരിക്കുന്നത്. അതിലൊരു ബുക്ക് ഇങ്ങനെ ബൾക്കി ആയിട്ടിരിക്കുന്ന ഒരു പഴയ ഡയറി ആട്ടോ, നോട്ട്സ് ചെയ്താനടുത്ത് ലെക്ചർ നോട്ട്സ് ചെയ്തുന്നൊരു ഡയറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ചോക്ലേറ്റിൻ്റെ കളക്ഷൻ വെച്ചേക്കാണ്, കവേഴ്സിൻ്റെ. ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെയും ലിൻഡ് ചോക്ലേറ്റിൻ്റെയും ചെറിയ കുട്ടി ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ബൾക്കി ആയിട്ടായിരിക്കുന്നത്. അത് നേരത്തെ തരം തിരിച്ച് വെച്ചതായിരുന്നു. പക്ഷെ അത് ഇതിൽ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ആദ്യം ക്ലീൻ ചെയ്ത സമയത്ത് താഴെ വീണു. അപ്പോൾ അങ്ങനെ ഫുൾ മാറി ഇരിക്കുകയാണ്. അതിന് കറക്റ്റാക്കി വെക്കണം. അത് ഞാൻ തിരിച്ച് വന്ന് ഷെൽഫൊക്കെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ വെക്കുന്നത് ആ ഒരു ക്ലോക്കാണ്. ഇപ്രാവശ്യത്തിൻ്റെ തീമെന്ന് പറയുന്നത് ലൈറ്റ് അക്കാഡമിയ തീമാണ്. ഒരു പിൻട്രസ്റ്റ് എസ്തെറ്റിക്കാണ്. അതിൻ്റെ ഇൻസ്പോ പിക്സ് ഞാൻ കൊടുത്തേക്കാം.
അപ്പോൾ അതിൻ്റെ ഒരു കളർ ടോൺസ് എന്ന് പറയുന്നത് ഓറഞ്ച്, അതുപോലെ തന്നെ ഈ ലൈറ്റ് യെല്ലോ, അങ്ങനെ ഒരു വിൻറ്റേജ് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടോൺസ്, അതൊക്കെയാണ് അതിൻ്റെ ഷെയ്ഡായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ അതാ ഞാനിവിടെ ഓരോ സാധനങ്ങൾ തിരിച്ചെടുത്ത് ബെഡിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഷെൽഫിലോട്ട് വെക്കാണ്. പുഷ് പിൻസ് അതൊക്കെ ഞാൻ എന്തിനാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു മാറ്റ്, അതിലൊരു ബാംബൂ മാറ്റ് ഇട്ടിട്ടുണ്ട്, അത് മുമ്പേ തൊട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബുക്കാണ് ഞാൻ കോച്ചിങ്ങിന് എടുക്കുന്നത്. അത് 170 ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ അതിലാണ് ഞാൻ നോട്ട് ചെയ്താന്ന് വിചാരിക്കുന്നത്. അതിലിങ്ങനെ 6 സബ്ജക്ട്സിന് ഇങ്ങനെ ഡിവൈഡേഴ്സ് ഉണ്ട്. പക്ഷേ ഡിവൈഡേഴ്സ് കൊണ്ട് വലിയൊരു ഗുണം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേപോലെ കോച്ചിങ്ങിനൊക്കെ വേണ്ടിയാണെങ്കിൽ അത് തികയെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മാത്സൊക്കെ നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തികയില്ല. കാരണം ഒരു ഇത്തിരി ഉള്ളൂ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാലിഗ്രാഫിയുടെ ഒരു ഫ്രെയിം അവിടെ വെക്കുന്നുണ്ട്. നേരത്തെ അവിടെ സ്പേസ് ഉണ്ടായില്ല. ഇപ്പോൾ വേറൊരു ആർട്ട് ഞാൻ മേലെ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ മേലെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പേസ് വന്നു. നേരത്തെ ഇങ്ങനെ ജസ്റ്റ് ചാരി വെച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് പേപ്പർ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുമല്ലോ, അങ്ങനെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പെയിൻറ്റിങ്സ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇനി എൻ്റെ ആ സ്റ്റഡി ഏരിയയുടെ ഒരു ചെറിയൊരു ഓവറോൾ കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞ് ക്യാൻഡിൽ, പഴയ ക്യാൻഡിൽ, സെൻറ്റഡ് ക്യാൻഡിലായിരുന്നു, പക്ഷേ അതിന് തിരി ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് കപ്പ് കേക്ക് മോൾഡിലോട്ട് ഒഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഊരിയിട്ട് വേണം ഇനി കത്തിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാലിഗ്രാഫി ഞാൻ ചെയ്തിട്ട് അത് ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലോക്ക്, ഒരു ചെറിയ മണി പ്ലാന്റ്. പിന്നെ ഇതിനാണ് പുഷ് പിൻസ് ഉപയോഗിക്കുന്നത്. ഒരു പിൻ ബോർഡാണത്, നോട്ടീസ് ബോർഡ് എന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ അത് ഭയങ്കര പ്ലെയിനായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് കോട്ട്സ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫസ്റ്റ് എടുക്കുന്നതാണ്. അങ്ങനെ ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചാട്ടോ. പിന്നെ 2 എണ്ണം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോലെ 2 എണ്ണം എഴുതിയിട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരെണ്ണം ഒരു പെയിൻറ്റിംഗ് ആണ്. ശരിക്കും വേറെ എന്തോ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അടിച്ച് വന്നപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ലുക്കായി. അങ്ങനെ പിന്നെ ഞാൻ പെയിൻ്റ് അടിച്ചു. പിന്നെ ഇത് നമ്മൾ കേക്ക് ബോർഡിൻ്റെ ബേസിൽ ചെയ്താണ്. അത് ഓൾറെഡി വൈറ്റ് ആയിരുന്നു ബേസ്. പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റ് അക്കാഡമിയ എസ്തറ്റിക്കിൻ്റെ ഒക്കെ ഒരു ടോൺസ്, കളർ ടോൺസ് മാച്ച് ആവുന്ന ഒരു രീതിയിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ കുറേ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് ഒന്നും എടുത്തിട്ടില്ല, എല്ലാം വരച്ചതാണ്. ആ പെൺകുട്ടി നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും വൈറ്റ് കളറായിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ടാഗാണ്, അതിൽ ഞാൻ പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം പല പല പേപ്പേഴ്സിലും നല്ല വാട്ടർ കളറിൽ മുക്കി വിൻറ്റേജ് ആക്കിയ പേപ്പറിലൊക്കെ ഉള്ള എഴുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.